അങ്ങനെ ബാംഗ്ലൂരിലുള്ള കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തിയ ഞങ്ങൾ അവിടെ നിന്നും കെമ്പഗൌഡ ബസ് സ്റ്റേഷനിലേക്ക് കർണാടകയുടെ തന്നെ BMTC ബസ്സിൽ യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേർക്ക് 580 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 35 കിലോമീറ്ററോളം സഞ്ചരിക്കാനുണ്ട്. 1 മണിക്കൂറാണ് കാണിക്കുന്നത്. ശരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ വീഡിയോ കണ്ടതുപോലെ മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഈ എയർപോർട്ടിൽ നിന്നും ബാംഗ്ലൂർ സിറ്റിയിലേക്ക് പോകുന്ന ഭാഗത്ത് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത്. മനോഹരമായ റോഡും അതുപോലെ തന്നെ ഇരുവശങ്ങളും മനോഹരമായ രീതിയിൽ അലങ്കരിച്ച് മുഴുവനും പച്ചപ്പായി കാണുന്ന മനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു ഈ ഭാഗത്തൊക്കെ കണ്ടത്. ശരിക്കും നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്. ബാംഗ്ലൂർ സിറ്റിയും ഇതുപോലെ ആയിരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. കുറച്ചുകൂടെ മുന്നോട്ട് ഞങ്ങൾ ഓടിയെത്തുമ്പോൾ ശരിക്കും ബാംഗ്ലൂരിന്റെ ആ ഒരു തിരക്ക്, അതുപോലെ തന്നെ പല ഭാഗത്തും വൃത്തിഹീനമായ രീതിയിൽ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ചെറിഞ്ഞ ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വിദേശ രാജ്യങ്ങൾ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ ഒക്കെ കണ്ട് സന്തോഷപ്പെട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ വൃത്തിഹീനമായ വേസ്റ്റും മറ്റു കാര്യങ്ങളും വലിച്ചെറിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. കേരളത്തിലും പല ഭാഗത്തും കാണപ്പെടുന്നുണ്ട്. എന്ത് തന്നെയായാലും ബസ് ഏകദേശം 1 മണിക്കൂറോളം സഞ്ചരിച്ച് നമ്മളങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മജസ്റ്റിക് ആണ്. ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗമായ മജസ്റ്റിക്കിലുള്ള ബസ് സ്റ്റേഷനിലാണ് ബസ് നിർത്തുന്നത്. ഈ മജസ്റ്റിക് എന്ന് പറയുന്നത് ശരിക്കും മെട്രോ സ്റ്റേഷനും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം ഒത്തൊരുമിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ നിന്ന് ബസ് ഇറങ്ങിയതിനു ശേഷം നേരെ മജസ്റ്റിക് മെട്രോയിലേക്കാണ് പോകുന്നത്. മെട്രോയിൽ കയറി നമ്മൾ രാജാജി നഗറിലേക്കാണ് പോകുന്നത്. രാജാജി നഗറിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം അവിടെ നിന്നും വീണ്ടും മെട്രോ കയറി നമ്മൾ കബോൺ പാർക്കിലാണ് ഇറങ്ങുന്നത്. കബോൺ പാർക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ബാംഗ്ലൂരിന്റെ ഹൃദയഭാഗമായ മജസ്റ്റിക്കും എല്ലാം വരുന്ന ഭാഗത്തെ ഒരു മനോഹരമായ ഉദ്യാനം തന്നെയാണ് കബോൺ പാർക്ക്. കബൺ പാർക്ക് 1870 അന്നത്തെ മൈസൂർ സംസ്ഥാനത്തിന്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന റിച്ചാർഡ് സാൻഗി കബൺ ആണ് ഈ പാർക്ക് നിർമ്മിച്ചത്. ഏകദേശം 300 ഏക്കറാണ് ഈ പാർക്കിന്റെ വിസ്താരം എന്ന് പറയുന്നത്. ബാംഗ്ലൂരിലെ തന്നെ പ്രശസ്തമായ ഒരു പൂന്തോട്ടം തന്നെയാണ് കബൺ പാർക്ക്. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലാണ് കബൺ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരിയേറെ നടന്ന് കാണാനുള്ള കാഴ്ചകളും അതുപോലെ തന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിക്കകത്ത് ഇതുപോലുള്ളൊരു പൂന്തോട്ടം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രമാത്രം സഞ്ചാരികളും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നതും പഠിക്കാൻ വരുന്നതുമായിട്ട് ഒത്തിരിയേറെ ആൾക്കാരൊക്കെ ഇവിടെ കബൺ പാർക്കിൽ ഉണ്ടായിരുന്നു. ശരിക്കും വളരെ ശാന്തമായി തന്നെ മണിക്കൂറുകളോളം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കബോൺ പാർക്ക്. അങ്ങനെ കബോൺ പാർക്കിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നടന്ന് കബോൺ പാർക്കിന്റെ മറ്റൊരു എൻട്രൻസ് വഴി പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. ശരിക്കും ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള ഒരുപാട് അറിവ് പകർന്നു കിട്ടുന്ന ഇടം തന്നെയായിരുന്നു ആ ഒരു മ്യൂസിയം. ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് സമ്മാനിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ കയറുന്നുണ്ട്. അവിടെ തന്നെ ഫ്രണ്ടിലെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത് ഓൺലൈൻ വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിയും. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിനുള്ളിലേക്ക് കയറുന്നതും അതുപോലെ തന്നെ മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.